ജോത്സ്ന ആൻഡ് ദീപ്തി. പ്രകാശം പരത്തുന്ന രണ്ട് പെൺകുട്ടികൾ, അങ്ങനെ വേണം നമുക്ക് പറയാല്ലേ? അല്ലേ? വിചാരിച്ചു അല്ല, ഞാൻ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതാലോചിച്ചോ? ജോത്സ്ന എന്ന് വെച്ചാൽ എന്താ? നിലാവ്. ദീപ്തി എന്ന് വെച്ചാൽ എന്താ? അപ്പൊ രണ്ടുപേരും നിങ്ങളുടെ രണ്ടുപേരുടെ പേര് അങ്ങനെ ഒരു സാമ്യമുണ്ട്. ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പോഴാലോചിച്ചേ പറഞ്ഞപ്പോഴാണ്. വിധുവും അത് തന്നെയല്ലേ? വിധു എന്ന് പറഞ്ഞാൽ ചന്ദ്രനല്ലേ? ചന്ദ്രൻ, ചന്ദ്രൻ, നിലാവ്, വെളിച്ചം, മൊത്തം കണക്ഷൻ. അതുപോലെ താങ്ക് യു. ആദ്യം തന്നെ നമ്മള് നിങ്ങൾ ഇത്രയും വലിയ ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങളുടെ പേരിനകത്തിൽ ഇത്രയും വലിയൊരു കണക്ഷൻ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മൂന്ന് പേരുടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് ശരിക്കും. ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുവെ പണ്ട് തൊട്ട് നിങ്ങൾ ഈ പിന്നണി ഗായിക രംഗത്ത് സിനിമയിലൊക്കെ അറിയാം നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം. പക്ഷെ നമുക്കും അറിയാം, നമ്മളിങ്ങനെ നിങ്ങളുടെ ഇന്റർവ്യൂസിലൂടെയും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ മായിക ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇന്റിമസി എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ബോണ്ട് അത് എല്ലാവർക്കും കൂടുതലായിട്ട് മനസ്സിലാവുന്നതല്ലേ? അതല്ലേ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഗുണം മായികയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലേ അത്രയും ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ആവുമ്പോൾ നമ്മൾ നോർമലി ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വേണോ അങ്ങനെ വേണോ ഇതിനെക്കാട്ടിലും നല്ലത് മറ്റേതായിരിക്കില്ലേ എന്നൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും. ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എനിക്കിത് ഈ വർക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്ത വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വേറെ ഒരു പേരും വന്നില്ല. എനിക്ക് ആദ്യം ദീപ്തിയായിട്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം ഞാൻ ആദ്യമേ എനിക്ക് വേറൊരു ഓപ്ഷൻ തന്നെ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ദീപ്സിനെ എത്ര കാലമായിട്ട് അറിയുന്ന, ദീപ്സ് എന്തൊരു നല്ല ഡാൻസറാന്നുള്ളതും ഒക്കെ അറിയാം. അപ്പം ഞാൻ വെച്ചു ഇങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി അടുപ്പമുള്ളവരും പേഴ്സണലി നമുക്കൊരു കണക്റ്റ് ഉള്ളവരും ആവുമ്പോൾ അതിൻ്റെ റിസൾട്ട് വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഡെഫിനറ്റ്ലി അത് അതുപോലെ തന്നെ വന്നു. ദീപ്സ് ആണെങ്കിലും വളരെ ലൈക്ക് ലിറ്ററലി ഷീ വെന്റ് ഔട്ട് ഓഫ് ദ വേ ഫോർ ദിസ്. അപ്പോൾ ശരിക്കും എല്ലാവരും ഒരു നല്ലൊരു ടീം. അത് ആ ടീം ഞാനും ദീപ്സിൽ നിന്നും പിന്നെ സുമേഷ് ജി വന്നു, സുമേഷ് ലാൽ ഡയറക്ടർ വന്നു, പിന്നെ അതിങ്ങനെ അബാദ് വന്നു. ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു മായിക അല്ലേ? ഇത് ആക്ച്വലി സ്പീക്കിംഗ് ആര്യ ഇത് ഒരു ഡ്രീം ലൈക്ക് ആയതാണ് ആക്ച്വലി സ്പീക്കിംഗ്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഒരു 10 വർഷം മുമ്പ് വന്ന പാട്ടാണ്. ആൽബത്തിന് വേണ്ടി ചെയ്തതാണ്, കൃഷ്ണാദി ടേണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് വന്നപ്പോ അന്ന് യൂട്യൂബ് വീഡിയോസിന്റെ ഒരു പ്രവണതയൊന്നും ഇല്ല, തുടങ്ങി വരണേ ഉള്ളൂ അതൊക്കെ. അപ്പൊ ആ സമയത്ത് എനിക്കിങ്ങനെ ഇത് ആൽബമായിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഈ പാട്ടിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഗിരീഷ് കുമാറാണ് കമ്പോസ് ചെയ്തേക്കുന്നത്, ചെങ്ങന്നൂരുള്ള മ്യൂസിഷ്യനാണ്. അപ്പോൾ ഈ പാട്ടിനോടൊരു പ്രത്യേക സ്നേഹം എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെങ്കിലും ഇത് എപ്പോഴെങ്കിലും യൂട്യൂബ് ഞാൻ എൻ്റെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് എപ്പോഴെങ്കിലും ഇതൊന്ന് പിക്ചറൈസ് ചെയ്ത് 4 പേര് കൂടുതലൊന്ന് കേൾക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് വിഷുവിന് ഇങ്ങനെ ഈ പാട്ടെടുത്ത് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ആദ്യം എന്താ ഞാൻ ദീപ്സിനോട് ഈ പാട്ട് അയച്ചു കൊടുത്ത് നമുക്കിത് വീഡിയോ ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ ദീപ്സ് ഡാൻസ് ചെയ്യുന്നു, ഞാൻ പാടുന്നു, ദീപ്സ് ഡാൻസ് ചെയ്യുന്നു. ആ ഒരു ഐഡിയയിലാണ് സംഭവം തുടങ്ങിയത്. പിന്നെ ഞങ്ങള് ഒരു മെജിഷ്യനെയാണ് ഞങ്ങൾക്ക് ഡയറക്ടറായിട്ട് കിട്ടിയത്, സുമേഷ് ലാല്. ആബ്സല്യൂട്ട് മാജിക് ആണ് അദ്ദേഹത്തിന്റെ ഫ്രെയിമും. പിന്നെ അബാദ് കൊറിയോഗ്രാഫർ അബാദ് സീനിലേക്ക് വന്നു. അപ്പം അങ്ങനെ പതുക്കെ നമുക്ക് ഫീൽ ചെയ്തു ഇത് വിഷുവിൽ ഒതുക്കണ്ട, നമുക്കൊരു വിഷുവിൽ ഒതുക്കാണ്ട് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഏത് കാലവും നമുക്ക് ആർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റായി മാറണം എന്ന് നമുക്ക് ആഗ്രഹം. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതിൽ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു നോക്കി, ഞങ്ങൾ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷെ ഇതിലേക്ക് വന്ന് ചേർന്നവരും എല്ലാം ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗ്രൂവിലേക്ക് വന്ന് വീഴുകയായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരും അവരവരുടെ ദി ബെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇൻപുട്ട് ഈ പറഞ്ഞ എനിക്കിപ്പം അബാദ് കൊറിയോഗ്രാഫറാണ്. അപ്പം ഡാൻസേഴ്സിൻ്റെയും എൻ്റെയും കൊറിയോഗ്രാഫി മാത്രം എന്നുള്ളതിൽ നിന്നപ്പുറം
കോൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്യാനും എല്ലാം ഒരുപാട് പുള്ളിയുടെ ഭാഗത്തുനിന്നും ഒക്കെ നമുക്ക് ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോങ് അല്ലയോ, അതിലൊരു ഡാൻസ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയുമ്പോ. അത് ഞാൻ ജോ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ചക്കു ഇപ്പം ഇതിലെങ്ങനെയാ വിചാരിക്കുന്നത്? അപ്പോൾ ഞാൻ അബാദിനെ സജസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ ചക്കു ഇതിൽ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു ട്രഡീഷണൽ ക്ലാസിക്കൽ അങ്ങനത്തെ ഒരു സാധനമാണോ? എനിക്ക് തോന്നുന്നു നല്ല പേടി ഉണ്ടായിരുന്നോ എന്തോ. കാരണം അത് പക്ക നമ്മളൊരു ട്രഡീഷണൽ സംഭവം ചെയ്യുകയാണെങ്കിൽ ഇതിൽ അത്രത്തോളം യോജിച്ച് നിൽക്കുമോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ആ പാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് അബാദ് അതിനെ വളരെ സ്മൂത്തായിട്ട് സട്ടിലായിട്ട് അങ്ങനത്തെ കൊറിയോഗ്രാഫിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജോയുടെ ആ ഒരു എന്താ പറയുക, വളരെ മെലോഡിയസ് ആയിട്ട് നമ്മളിങ്ങനെ മെഡിറ്റേഷനിലോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പാട്ടിനെ അതുപോലെ തന്നെ നിർത്താനായിട്ട് അബാദ് പേര് പോലെ തന്നെ ഒരു മിസ്റ്റിക്കൽ, ഒരു മായ ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു ഹോൾ സോങ്. നമ്മൾ കാണുന്ന ആൾക്കാർക്ക് പോലും ആ ഒരു വൈബാണ്. അതെനിക്ക് ഈ സോങ്ങിന്റെ ട്രീറ്റ്മെന്റ് അങ്ങനെയാ ചെയ്തേക്കുന്നത്. ഒരു ടിപ്പിക്കൽ കൃഷ്ണ ഡിവോഷണൽ സോങ്ങിന്റെ രീതിയിലല്ല അതിനെ ട്രീറ്റ് ചെയ്തേക്കണേ. ആൽബത്തിലെ എല്ലാ പാട്ടുകളും അങ്ങനെയാണ്, കുറച്ച് മാറ്റി പിടിച്ച് ചെയ്തേക്കുന്ന ട്രാക്സ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ട്രീറ്റ് ചെയ്തതുകൊണ്ടും അബാദിനെയും ദീപ്സിനെയും സംബന്ധിച്ചിടത്തോളം അതൊരു ചാലഞ്ചാണ്. കാരണം ഒരു ടിപ്പിക്കൽ ഡാൻസ് സോങ്ങും അല്ല അത്. അപ്പൊ അതിനെ കൊറിയോഗ്രാഫി ചെയ്ത് എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളത് ആക്ച്വലി ഒരു ചാലഞ്ച് തന്നെയായിരുന്നു. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു തീമും അതിൻ്റെ ഒരു സ്റ്റൈലും മനസ്സിലാക്കി തന്നെ അബാദാണെങ്കിലും ദീപ്സ് ആണെങ്കിലും ദീപ്സിന്റെ ഒരു ഗ്രേസും എല്ലാം വന്നപ്പോൾ പാട്ടിന്റെ ഭംഗി എത്രയോ മടങ്ങ് കൂടി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പാട്ട് കേൾക്കുമ്പോൾ നല്ലൊരു പാട്ട് എന്നുള്ള രീതിയിൽ ഇത്രയും ഭംഗിയായിട്ട് തോന്നുന്നത് അതുകൂടിയാണ്. സുമേഷ് സാറും അനീഷ് മഹേഷ് സിനിമാറ്റോഗ്രാഫേഴ്സ് എല്ലാവർക്കും ഇതിൽ ഈ പറഞ്ഞ കണക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ദി ബെസ്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമുക്ക്. കാരണം ആർക്കും ഒരു രീതിയിലും 3 ദിവസത്തെ ഷൂട്ടായിരുന്നു. അതും ഭയങ്കര ചൂടത്ത് നിന്നാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. ആലോചിക്കുമ്പോ ചൂടെടുക്കണം. അന്നത്തെ ചൂട് ഏപ്രിൽ മാസത്തില് ഷൂട്ട് ചെയ്ത 3 ദിവസം വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഒരു പുറമയാണ്. അതെ വീഡിയോ കാണുമ്പോൾ നല്ല തണുപ്പ് തോന്നുമെങ്കിലും നമ്മൾ നല്ല ചൂടത്ത് നിന്നാണ്. അത് ഓൾറെഡി നമുക്ക് ചൂട് ക്ലൈമറ്റ് ആണ്, അതിന്റെ കൂടെ കുന്തിരിക്കം പോച്ചുകൊണ്ട് ഫുള്ള് നടക്കുന്നത്. പുകയാണല്ലോ മൊത്തം. അപ്പൊ കുന്തിരിക്കായിരുന്നു മെയിൻ. മറ്റു സ്മോക്ക് മെഷീൻ അല്ലാണ്ട് കുന്തിരിക്കം വെച്ചിട്ടാണ് ചെയ്തത് ഫുള്ള്. അപ്പൊ അതിന്റെ ചൂടും എല്ലാം കൂടി അയ്യോ. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർ വിനു ജനാർദ്ദനൻ. ശരിക്കും ജോയ്ക്ക് ഒരു മുത്തശ്ശിയുണ്ട്, കല്യാണി അമ്മ എന്ന് പറഞ്ഞിട്ട്. അമ്മമ്മയുടെ കഥയാണ്. ഇതിനു മുമ്പും ചില ഇന്റർവ്യൂകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഇതുപോലെ മുത്തശ്ശിയുടെ കഥ, മുത്തശ്ശി ഇൻസ്പിറേഷൻ ആയത്. ഇത് ആക്ച്വലി ഞങ്ങളിങ്ങനെ ഡിസ്കസ് അതാണ്. ഇതിപ്പോ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു എന്ന് വെച്ചപ്പോ ഡ്രീം പ്രോജക്റ്റ് ആയതാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാ. കാരണം ആക്ച്വലി ആദ്യം ഞങ്ങൾ ജസ്റ്റ് ഒരു മ്യൂസിക് വീഡിയോ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തത്. പിന്നെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇതിനൊരു വേറൊരു ആംഗിൾ കൊടുക്കാം, ഇതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ചെറിയൊരു ഒരു സ്റ്റോറി ഇതിന് കൊടുക്കാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ വന്നത്. അപ്പൊ എന്നോട് പെട്ടെന്ന് സുമേഷ് ജി ഇങ്ങനെ എന്താണ് ഒരു ഓൺ എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോഴാണ് ഇങ്ങനെ ഈ മുത്തശ്ശിയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നത്, കല്യാണി അമ്മുമ്മ. അപ്പോൾ അമ്മുമ്മയുടെ കഥയിൽ നിന്നാണ് ഇതിന്റെ ഒരു ത്രെഡ് വന്നതും. സ്വന്തം മുത്തശ്ശി അല്ല, എൻ്റെ ഫാമിലിയിലുള്ള, അതായത് ഈ കല്യാണി അമ്മുമ്മയും എൻ്റെ അമ്മുമ്മയും കസിൻസ് ആണ്. അങ്ങനെ കസിൻ അമ്മുമ്മ. പക്ഷെ ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അമ്മുമ്മയായിരുന്നു കല്യാണി അമ്മുമ്മ. ഇങ്ങനെ അതിൽ പറയണ മാതിരി ഒരു കൂനൊക്കെ ആയിട്ട് അമ്മുമ്മ കാണാൻ പോകുമ്പോ അവിടെ തറവാടിന്റെ മുറ്റത്ത് ഇങ്ങനെ നാരായണീയം വായിച്ച് ഇങ്ങനെ കൂനൊക്കെ ആയിട്ട് എപ്പോഴും കൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു അമ്മുമ്മയായിരുന്നു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മുമ്മയുടെ കഥ പറഞ്ഞപ്പോഴാണ് അതിൽ നിന്നാണ് ആ ത്രെഡ് വന്നതും വിനു ജനാർദ്ദനൻ സ്ക്രിപ്റ്റ് എഴുതിയതും. അങ്ങനെയാണ് മായിക ശരിക്കും പൂർണ്ണമായത്. ആ കഥയും പാട്ടും എല്ലാം കൂടി വന്നപ്പോഴാണ്. ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് വിനുവും അതിൻ്റെതായിട്ടുള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അതിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പം ജോയുടെ ശരിക്കും റിയൽ ആയിട്ടുള്ള ജോയുടെ എക്സ്പീരിയൻസും കൂടെ അതിനകത്ത് വളരെ ക്യൂട്ടായിട്ട് വളരെ രസമായിട്ട് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ജോ ഇങ്ങനെ അമ്മൂമ്മയെ പറ്റി നമ്മുടെ മീറ്റിംഗ്സിൽ പറഞ്ഞപ്പം ഒരു കൂനൊക്കെ ആയിട്ട് നാരായണീയം വായിച്ചിരിക്കുന്നത് അതൊക്കെ ജോ പറഞ്ഞ കാര്യങ്ങളാണ്. ജോയ്ക്ക് ഒറിജിനലി ഉള്ള മനസ്സിലുള്ള ഇമേജ് ആണ് അതൊക്കെ. അപ്പോൾ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഇതെല്ലാം അതിലുണ്ട്. പിന്നെ നമ്മൾ ആ കുളപ്പടവിലിരിക്കുന്ന സമയത്ത് ഇത് പറയുന്നുണ്ട്, നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന മുത്തശ്ശിയുടെ പിറന്നാളിന് അന്നാണ്
ഇങ്ങനെ ഒരു മുത്തശ്ശി കൃഷ്ണനെ കണ്ടു എന്ന് പറയുന്നത്. അവിടെ ഓൺ ദ സ്പോട്ട് വന്നിട്ട് വിനു വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വാക്കും കൂടെ ആഡ് ചെയ്തു. ഏതായിരുന്നു അത്? ഞാൻ ഇപ്പോഴും പിടിച്ചിട്ടില്ല അത്. വൃശ്ചികത്തിലെ വെളുത്ത പക്ഷ ഏകാദശി. ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ഞാനത് പറയും. ജോ അത്രയും മിടിക്കായോണ്ടാണ് കേട്ടോ അത് പറഞ്ഞത്. ഞാൻ അവിടെ ഇരുന്ന് ഞാനാണെങ്കിൽ എനിക്ക് പറ്റില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അതിനകത്ത് പറയുന്ന ഡയലോഗ്സ് ആണെങ്കിലും അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല. അതായത് ആർട്ടിഫിഷ്യാലിറ്റി ഒട്ടും ഇല്ലായിരുന്നു. നാച്ചുറലി ഇങ്ങനെ പറയായിരുന്നു. പറയുന്ന വലിയ വലിയ ഡയലോഗ്സ് ആണെങ്കിലും അത് ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. അതല്ലേ? ഇല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഈ ദിവസത്തിന് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട്. അത് വിനു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതായത് ശരിക്കും ഗുരുവായൂർ കൃഷ്ണൻ ഭക്തർക്ക് ദർശനം കൊടുക്കുന്ന ദിവസം എന്നൊരു കാര്യം ഇതിൻ്റെ പിറകിലുണ്ട്. ഇത് പക്ഷെ പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്ക് അറിയാവോ എന്നറിയില്ല. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം അറിയില്ലായിരുന്നു. അപ്പൊ അതും മുത്തശ്ശിയുടെ പിറന്നാളും മുത്തശ്ശി കണ്ണനെ കണ്ടു എന്ന് പറയുന്ന ദിവസവും ഞങ്ങൾക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതും എല്ലാം കൂടെ കണക്ട് ചെയ്താണ് പുള്ളി അത് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് ഭയങ്കര മാജിക്കലായിരുന്നു എല്ലാം. ഇത് കാരണം ഇതില് കുറച്ച് എന്താ പറയാ ബാലൻസസ് എന്ന് പറയുന്നത്, ഇതിന്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മനയുടെ അകത്താണ്. പക്ഷെ പാട്ട് ഹിന്ദിയിലാണ്. ഡാൻസേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അതൊക്കെ നമ്മുടെ കൊറിയോഗ്രാഫറിന്റെ ഐഡിയ ആണ്. ഡാൻസേഴ്സിന്റെ ഡ്രസ്സിങ് ആണെങ്കിലും ഞങ്ങളുടെ ഡ്രസ്സിങ് ആണെങ്കിലും ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ ഡ്രസ്സിങ് അല്ല. അതായത് ഒരു ചെറിയൊരു നോർത്ത് പിടിച്ചിട്ടുള്ള സ്റ്റൈലിലുള്ള ഡ്രസ്സിങ് ആണ്. കോട്ടൺസും അജ്രക്സും ബാന്തിനീസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്. അപ്പൊ എന്താ വെച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടൊരു ടീം ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ സ്റ്റൈലിസ്റ്റുകൾ ജോബീന ആൻഡ് നിവേദിത, അവർ രണ്ടുപേരും സ്റ്റൈലിങ് ചെയ്തേക്കുന്നത്. ഡ്രസ്സെല്ലാം റെഡിയാക്കി തന്ന ബൈ ഹാൻഡ് ആണെങ്കിലും എല്ലാവരും ഇതിൻ്റെ ഒരു തീം എന്താണോ ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരും ഒരേപോലെ മനസ്സിലാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ അവിടെ ഒരു സിനർജി ഉണ്ടായി. അപ്പോൾ ഐ തിങ്ക് അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ഒരിക്കലും ഒരാൾക്ക് മാത്രമായിട്ട് ഇതിന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ടീം വർക്ക് ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്.